ലാലേട്ടനും മമ്മൂക്കയും മലയാള സിനിമയിലേക്ക് കത്തിക്കയറി വരുന്ന കാലം. കുഞ്ചാക്കോ ബോബൻ അന്ന് 7 വയസ്സ്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോഴാണ് മത്തായി ഡോക്ടർ മറ്റെല്ലാ ഡോക്ടർമാരെ പോലെ തന്നെ സ്വന്തം ഭാര്യയുടെ ഡെലിവറി വേറൊരു ഡോക്ടറെ ഏൽപ്പിച്ച് വരാന്തയിലൂടെ ഇതുപോലെ ടെൻഷൻ അടിച്ച് നടന്നത്. നിങ്ങൾ ആരാ മത്തായി? ഞാനാ. നിങ്ങൾക്ക് ആൺകുട്ടിയാണ് കേട്ടോ. അത് നന്നായി. പെൺകുഞ്ഞു വല്ലതും ആയിരുന്നേ എന്ത് കഷ്ടപ്പാടാ. അവള് വളരും തോറും നെഞ്ചില് തീ കൂടി കൂടി വരും. കെട്ടിച്ചയക്കുന്നവരെ ഉറക്കുമെന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ഇനി അവൾ അവസാനം വല്ലവരോട് പോയാ പിന്നെ പറയുകയും വേണ്ട. ഒടുവിൽ വയസ്സാം കാലത്ത് ഒരിച്ച് വെള്ളം തരാൻ പോലും ആരും കാണില്ല. ഇതാവുമ്പോ ആ പ്രശ്നമൊന്നുമില്ലല്ലോ. ദൈവത്തിന് സ്തുതി. സോറി കേട്ടോ, ഒരു മിസ്റ്റേക്ക് പറ്റിയതാ. നിങ്ങൾക്ക് പെൺകുട്ടിയാ. ദൈവത്തിന് വീണ്ടും സ്തുതി. ഇത് ഇവളുടെ കഥയാണ്. ഇവൾ നീന്തി തുടിച്ച കണ്ണീർ ചാലുകളുടെ കഥ. ഇവൾ കത്തിച്ചു തീർത്ത നൊമ്പര തിരികളുടെ കഥ. ഇതെന്താ മെഗാ സീരിയലിന്റെ അനൗൺസ്മെന്റോ? എന്റെ കഥയല്ലേ, ഞാൻ പറഞ്ഞോളാം. ആയിക്കോട്ടെ. ഇതൊരല്പം പഴയ കഥയാ. ഈ കഥ തുടങ്ങുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടില. അത്ര അങ്ങോട്ട് പിറകിലേക്ക് പോണ്ട. 1999 അത്ര ഉദ്ദേശിച്ചോളൂ. അതെ, ഇവിടുന്നാണ് കഥ തുടങ്ങുന്നത്. എൻ്റെ പേര് പൂജ മാത്യു. ഇതെന്റെ 10ാം ക്ലാസ്സിലെ കോല കേട്ടോ. ദേ ഈ ഫോട്ടോ. നേരത്തെ കാണിച്ച വീടില്ലേ, അതാ എന്റെ വീട്. ഇതെന്റെ മുറി. നിന്റെ പുത്തൻ റേവൻ ഗ്ലാസ് ഇത് ചവിട്ടിപ്പൊട്ടിച്ച നിന്റെ കാലയും വെട്ടി. ഇതാ എന്റെ പപ്പ മാത്യു ദേവസ്യ, നാട്ടുകാർക്ക് വേണ്ടപ്പെട്ട മത്തായി ഡോക്ടർ. ഞാനും അമ്മയും കഴിഞ്ഞിട്ടുള്ളൂ പപ്പയ്ക്ക് വേറെ ആരും. ശ്രാവണചന്ദ്രിക പുഷ്പം ചൂടിയ ശ്യാമളഗാത്രിയാം രാത്രി നിന്റെ ചുരുൾമുടി. സ്വന്തമായിട്ട് പാട്ടുപാടി റെക്കോർഡ് ചെയ്ത് അത് കേൾക്കുന്നതാണ് മൂപ്പറുടെ ഹോബി. പിന്നെ ഒരു ഡോക്ടറായ ഒരു മരുന്നെങ്കിലും സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിരിക്കണമെന്നാണ് പുള്ളി പറയാറ്. അതുകൊണ്ട് വീട്ടിൽ തന്നെ കൺസൾട്ടിംഗ് റൂമിൽ മൂപ്പര് ഒരു പരീക്ഷണശാല ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, ആനി. ഇതാണ് എൻ്റെ അമ്മ. ആളൊരു കോളേജ് ലെക്ചററാ. ഒരു പാവ അമ്മ. ആൾക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടം. എനിക്കാണെങ്കിൽ കുക്കിംഗ് കേൾക്കുന്നതേ കളിയും. സ്വന്തമായിട്ട് പുതിയ ഐറ്റംസ് ഉണ്ടാക്കി സ്വയം രുചിച്ചു നോക്കി നിർവൃതി അടയിലാണ് പുള്ളിക്കാരിയുടെ ഹോബി. കാലടുപ്പിച്ച് വെക്ക് വെച്ചേ. ഞാനൊരു ആണായി ജനിക്കേണ്ടതായിരുന്നു അമ്മ എപ്പോഴും പറയും. എടി, പെമ്പിള്ളേര് ചൂളടിക്കത്തില്ല. പപ്പ പറയുന്നത് ഞാനൊരു ആൺകുട്ടിയെ പോലത്തെ പെൺകുട്ടിയാണ്. ഇങ്ങോട്ട് നോക്കടോ. അമ്മേ ഫുഡ്.
നിനക്കെന്താ കൊച്ച കിച്ചണിൽ പോയെടുത്താല്? സോറി, കിച്ചൺ നിങ്ങൾ പെണ്ണുങ്ങളുടെ ഏരിയ. ഓ, ഒരു ആൺകുട്ടി. ശ്ശെ. അടി. പോട്ടെ മത്തേ ഡോക്ടറെ. എന്റെ സ്കൂളിലെ പ്രിൻസിപ്പളിന് എന്നെ കുറിച്ച് നല്ല മതിപ്പാ. മിസ്റ്റർ മത്തായിക്ക് ഞാൻ സ്കൂളിന്റെ അടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്തു തരട്ടെ? എന്തിനാ ടീച്ചറെ? അല്ല, എന്നും ഇത്രയും ദൂരം ആ പഴയ വണ്ടി ഓടിച്ച് ഇവളുടെ പ്രശ്നം തീർക്കാൻ ഇവിടം വരെ വരണ്ടല്ലോ എന്ന് വിചാരിച്ച് ചോദിക്കുക. വികാരി അച്ഛനും അതെ. ഈ നിൽക്കുന്നത് ആരാന്നറിയോ മത്തായിക്ക്? എന്റെ മോള്. അല്ല, അന്ത്യക്രിസ്തു. അത് അന്ത്യക്രിസ്തു. അങ്ങനെ വലിയ മോശമില്ലാത്ത രീതിയിൽ തരികിടയായി പോകുമ്പോഴാണ് കുഞ്ചാക്ക് ബോബന്റെ നിറം റിലീസ് ആവുന്നത്. എല്ലാരും ചാക്കോച്ചന്റെ സുന്ദരമായ മുഖത്ത് നോക്കിയിരുന്നപ്പോ ഞാൻ നോക്കിയത് താഴേക്കാം. മെയിൻ റോഡിലേക്ക് ഇറക്കില്ലെന്ന് അന്തോണിസ് പുണ്യാളിനെ പിടിച്ച് സത്യം ചെയ്ത് പപ്പയോട് പറഞ്ഞ് ഞാനും വാങ്ങി ഒരു പെടപ്പൻസി പീസ്. നീ എന്താ ബൈക്ക് ഓടിക്കുന്ന കണ്ടിട്ടില്ലേ? ഞാൻ ചിലപ്പം ബൈക്ക് ഓടിക്കും, ഗിയർ ഇടും, അങ്ങനെ കൈവിട്ട് ആവുന്ന പണിക്ക് പോയാ പോരെ മോളെ. അന്നത്തെ വീഴ്ച കൊണ്ട് ഒരു കുഴപ്പമുണ്ടായി. ജൂലി ചേച്ചിയുടെ പെണ്ണ് കാണൽ എടുത്ത ഫോട്ടോയിൽ കാണാം എന്റെ നെറ്റിയിൽ ഒരു ബാൻഡേഡ്. റെഡി 1 2 3. ഇനി ഞാൻ അവിടെ പോയിട്ട് എടുക്കാം. പക്ഷെ അന്നാണ് ഞാൻ ലൈഫിൽ ഒരു വലിയ റിയാലിറ്റി മനസ്സിലാക്കിയത്. ഈ കല്യാണം ഒന്ന് ഉറച്ചാ മതിയായിരുന്നു. എന്റെ കർത്താവേ, ഇത് നടക്കും. നല്ല കുടുംബം മാത്രമല്ല, നമ്മൾ 200 പവന് 25 ലക്ഷം രൂപ സ്ത്രീധനം കൊടുക്കുന്നില്ലേ? 200 പവന് 25 ലക്ഷം രൂപയോ? ദൈവമേ, ആരാണോ എത്രയും രൂപ കൊടുത്ത് മേടിക്കുന്ന ഐറ്റം? ഹായ്. ജൂലി ചേച്ചിയുടെ ചെക്കനെ കണ്ടതോടെ എനിക്ക് ഒരു കാര്യം ഉറപ്പായി. പെൺകുട്ടികൾക്ക് കല്യാണ കാര്യത്തില് അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നും ഇല്ലെന്ന്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനൊരു നല്ല കുട്ടിയാണ്. പക്ഷെ എനിക്കൊരു കള്ളത്തരമുണ്ട്. ഇതെന്റെ ആന്റിയുടെ വീട്, റേച്ചൽ ആന്റി. വൈൻ ആന്റിന്ന് ഞാൻ വിളിക്കും. ആന്റി ഒരു കിടിലം വൈൻ മേക്കറാ. വെറുതെ 10-20 ദിവസം കെട്ടിവെച്ചുണ്ടാക്കുന്ന വൈനല്ല. ഇപ്പൊ ഓർഡർ കൊടുത്ത ഒരു 4-5 വർഷത്തിന് ശേഷം ഡെലിവറി കിട്ടുന്ന സ്പെഷ്യൽ വൈൻസ്. മുന്തിരിയും പൈനാപ്പിളും എല്ലാം ഉണ്ട്. ആന്റി ഉണ്ടാക്കുന്ന എല്ലാ വൈനും ആദ്യം കുടിച്ചു നോക്കുന്ന ഞാനാ. ഞാൻ ആന്റിയുടെ ഒഫീഷ്യൽ വൈൻ ടേസ്റ്റർ. ആന്റി, ആന്റിക്ക് എന്നെ വലിയ ഇഷ്ടം. എനിക്ക് ആന്റീനെ. ആന്റിക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാം. എനിക്ക് ആന്റീനോടും ബെസ്റ്റ് ഫ്രണ്ട്സ്. അല്ലേലും നമ്മള് പെണ്ണുങ്ങളുടെ കാര്യം അത്രേ ഉള്ളൂ. കാണാൻ എത്ര ഭംഗിയുണ്ടായാലും എത്ര പഠിച്ചാലും ഒടുവിൽ കല്യാണക്കാരി വരുമ്പോ വീട്ടുകാർ പറയുന്ന ഏതെങ്കിലും ആളെ കെട്ടേണ്ടി വരും. ആന്റി അങ്കിളിനെ കണ്ടുപിടിച്ചത് ആദ്യം നമ്മുടെ വീട്ടുകാർക്കൊന്നും പിടിച്ചില്ല. ഇപ്പൊ കണ്ടില്ലേ, എല്ലാവരും ഹാപ്പി. നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ കെട്ടുന്നതാ മോളെ നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ കെട്ടുന്ന ആളെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരും. അന്ന് ഞാൻ ഉറപ്പിച്ചു, എനിക്കിഷ്ടപ്പെട്ട ആളെ ഞാൻ തന്നെ കണ്ടുപിടിക്കുന്നു. സ്കൂളിലെ ചെക്കന്മാരൊന്നും നമ്മുടെ ടൈപ്പല്ല. ഒന്നേല് പഠിപ്പിസ്റ്റുകൾ, അല്ലെങ്കിൽ വായി നോക്കിയോ. ഹായ് പൂജ.
ആ പക്ഷെ ഒരാളുണ്ട് ബി ഡിവിഷനിൽ, യാഡ്ലി. സെക്കൻഡ് നെയിം കുറച്ച് പഴഞ്ചനാ, അവരാൻ, യാഡ്ലി അവരാൻ. പക്ഷെ ആള് കലക്കന. അങ്ങനെ യാഡ്ലി തന്നെയാണ് ആളെന്ന് ഉറപ്പിച്ച സമയത്താ കൊച്ചൗസേപ്പിച്ചിട്ടില്ല പിള്ളി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. മൂപ്പര് കാക്കനാട് വീഗാലാൻഡ് തുടങ്ങി. എന്റെ സ്കൂളിൽ നിന്ന് അങ്ങോട്ടേക്ക് ടൂറും വെച്ചു. സാധാരണ സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോൾ ചില ആമ്പിള്ളേർ പെൺകുട്ടികളുടെ അടുത്ത് വന്നിരിക്കാറുണ്ട്. യാഡ്ലി വന്നിരുന്നപ്പോഴും അങ്ങനെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കാനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൻ എന്നെ ഞെട്ടിച്ചു തുടങ്ങി. ഹായ് പൂജ. ഹായ്. നൈസ് സോങ് അല്ലേ? പൂജയ്ക്ക് അറിയാലേ എൻ്റെ ഫാമിലിയെ. കളത്തിപ്പറമ്പിൽ എൻ്റെ അപ്പനും ഡോക്ടർ, പൂജയുടെ അപ്പനും ഡോക്ടർ. വലുതാകുമ്പോൾ ഞാൻ പഠിച്ച ഡോക്ടറാവും, പൂജയും പഠിച്ച ഡോക്ടറാവും. എനിക്ക് പൂജ ഇഷ്ടമാണ്. ഇപ്പോൾ ഒന്നും പറയണ്ട, നല്ലപോലെ ആലോചിച്ച് നാളെ പറഞ്ഞാൽ മതി. ശരി എന്നാ. ഓക്കേ. അളിയോ ചാകരയാണല്ലോ. ശമ്പൂണന്റെ കളി നീ കണ്ടോ? ശമ്പൂണൻ ഒന്ന് ശമ്പൂണ്ണ മുത്താണ്. നീ ആരാന്നടി വിളിക്കാൻ? ശമ്പൂണന്റെ അടുത്താ നിന്റെ കളി. ചന്തിക്കുടി ചേട്ടടാ. വേണ്ട കേട്ടോ. ചന്തിക്കുടി ചേട്ടടാ. മൂഞ്ചി ഓടിക്കോടാ. ശമ്പൂണനെ കൊണ്ടോടാ. പൂജ, എന്തായി ഞാൻ പറഞ്ഞ കാര്യം? അതെ, നമുക്ക് ഇഷ്ടമുള്ള ആളെ കാണുമ്പം ഈ അടിവയറ്റിൽ മഞ്ഞ് വീണ പോലത്തെ ഒരു സുഖം ഉണ്ടാവും പറയണേ. എന്താ പേര് പറഞ്ഞേ? യാഡ്ലി. ആ, യാഡ്ലി. യാഡ്ലിയെ കാണുമ്പോൾ എനിക്കത് ഇല്ല. സോറി സോറി കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കിടിലും ചേട്ടനെ കണ്ടു. അതാരായിരിക്കും എന്ന് രാത്രി മുഴുവൻ ആലോചിച്ചു. പിറ്റേ ദിവസം ആ ചേട്ടനെ വീണ്ടും കണ്ടു. ഇവന്മാര്
എന്താടാ വീട്ടിൽ പോടാ. അന്ന് ആദ്യമായിട്ട് എനിക്ക് സ്കൂൾ ബസ് മിസ്സായി. ബസ് വന്നതും പോയതും ഞാൻ അറിഞ്ഞില്ല. ആ ചേട്ടനെ ഓർത്തുകൊണ്ടിരുന്നു. പക്ഷെ അന്ന് തന്നെ വേറൊരു കാര്യം കൂടെ സംഭവിച്ചു. പപ്പ എനിക്കൊരു മൊബൈൽ ഫോൺ മേടിച്ചു തന്നു. നോക്കിയ 3310, ഒരു അടിപൊളി ഫോൺ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ. എന്തായാലും അതുകൊണ്ട് ഉപകാരം ഉണ്ടായത് വേറൊരാൾക്കാ. ഹലോ, കൊടുക്കാം. ഇതാ എന്റെ ഫ്രണ്ട് നീതു. ഹലോ. ആ പറ ചക്കരെ, ഒരു മിനിറ്റ്. ഇതെന്റെ വേറെ ഫ്രണ്ട് ഡോണ. ഇവരാ എന്റെ ബെസ്റ്റ് ഗഡികൾ. ഇവൾ ഒരേ സമയം 3-4 പേരെ പ്രേമിക്കുമെങ്കിൽ ഇവൾ ഒരേ സമയം 3-4 മസാല ദോശ തിന്നും. ഇവരുടെ അടുത്തിരിക്കുമ്പോഴും എന്റെ മനസ്സ് മുഴുവൻ ആ ചേട്ടൻ ആരായിരിക്കുമെന്നായിരുന്നു. നീ എന്തിട്ടൊക്കെയാ ആലോചിക്കണേ? എനിക്ക് വിശക്കാൻ തുടങ്ങി പിന്നെയും. കാഞ്ഞാണി, ഡേവിഡ് കാഞ്ഞാണി. ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയതാ. ഇതെന്റെ കസിൻ ബ്രദർ കാഞ്ഞാണി, ഡേവിഡ് കാഞ്ഞാണി. തല്ലുള്ളി, വായി നോക്കി, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ, കുടുംബപ്പേരി കളയാൻ വേണ്ടി ഉണ്ടായവൻ എന്നൊക്കെ കാരണവന്മാർ പറയണ ഐറ്റം. ആളൊരു മുങ്ങൽ പൊങ്ങൽ വിദഗ്ധനാ. ഇടയ്ക്ക് തല്ലുള്ളി തരം കാണിക്കും, മുങ്ങും. പിന്നെ എല്ലാരും അത് മറന്നെന്ന് തോന്നുമ്പോ പൊങ്ങും. ആൾ ആദ്യം മുങ്ങിയത് എന്നാന്ന് ചോദിച്ചാ ഓർമ്മ വന്നു. കാഞ്ഞാണി പണ്ട് അൾത്താര ബാലനായിരുന്ന കാലം. പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെട്ടു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായ്ക്ക് വേണ്ടി ഇതൊരുമാതിരി എല്ലാ അൾത്താര ബാലന്മാരും ചെയ്യുന്ന പണിയാ. പക്ഷെ ആള് മുങ്ങിയത് ഇതിനല്ല. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും. ആ ഇടയ്ക്കാണ് ഞങ്ങളുടെ ഇടവകയിൽ മെത്രാനച്ചൻ ആദ്യമായിട്ടും അവസാനമായിട്ടും സന്ദർശനത്തിന് വന്നത്. അന്ന് മുങ്ങിയ കാഞ്ഞാണി പിന്നെ പൊങ്ങിയത് 3 വർഷം കഴിഞ്ഞിട്ടാ. അരമനെ പോയി മെത്രാന്റെ കാല് പിടിച്ചിട്ട കാഞ്ഞാണിയെ പള്ളിയിലും പിന്നെ വീട്ടിലും കയറ്റിയത്. എനിക്ക് മനസ്സിലാവുന്നില്ല. നീ സീക്കിരം വാ, എല്ലാം കൂടെ എന്നെ ഒസ്താതടേ. കാശ് വാങ്ങാൻ മാത്രം തെണ്ടികൾക്ക് ഒരു മടിയില്ല. ഡേയ്, ഞായർതാ മറക്കരുത്. ഇല്ല, പായ്പ്ര ജോസേട്ടന്റെ ആളാന്ന് ചൊല്ലണം, പറയണം. കേട്ടല്ലോ? ശരി സാർ, പറയൂടെ. ശരി. ആ എന്നാ പോ പോ പോ. പുതിയ പരിപാടിയാ, ആത്മീയ ലേബർ സപ്ലൈ. എന്തെന്ന്? ആത്മീയ ലേബർ സപ്ലൈ. ഈ ഞായറാഴ്ച പെരുന്നാളിന്റെ തലേന്ന് പ്രദക്ഷിണത്തിന് ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ചെല്ലണമെന്ന നമ്മുടെ അച്ഛന്റെ ഓർഡർ. നമ്മുടെ ഇടവക്കാർക്ക് ഇതിന് വല്ല സമയമുണ്ടോ? ഞാൻ ഓരോ വീട്ടുകാർക്കും ഒരു തമിഴനെയോ പുന്നാടിനെയോ ഒപ്പിച്ചു കൊടുക്കും. അവര് സന്തോഷത്തോടെ പ്രദക്ഷിണത്തിന് പോകും. നമ്മുടെ ആൾക്കാർ കള്ളും കുടിച്ച് വീട്ടിൽ കിടക്കും. എപ്പടി? ഹല യോ ആൻഡോ ചേട്ടൻ, ചേട്ടൻ കുറിച്ച് നോക്കണ്ട. ചേട്ടനെ ഒരു മുത്തുരാജു എന്നോളും. ചേട്ടൻ 2 അടിച്ച് വീട്ടിൽ കിടന്നുറങ്ങുന്നേ. ആ അല്ല, നീ എന്തിനാ വന്നേ? അതെ ചേട്ടാ, അന്ന് ബസ് സ്റ്റോപ്പിൽ ഒരു ചേട്ടൻ വന്നപ്പോ നിങ്ങൾ എല്ലാരും പേടിച്ചോടിയില്ലേ? അതാരാ? ഓ, അവനാ ഗിരി. ഗിരി പേടിച്ചിട്ടൊന്നുമല്ല, അവനാണ് ശരിയല്ല, ആസല് ഗുണ്ട.
പണ്ട് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു, അതിന്റെ തണ്ട് വേറെയും. നമ്മളെ പോലുള്ള ബൂർഷകളുടെ ശത്രുവാണവൻ. അവന്റെ മുഖത്ത് പോലും നോക്കരുത്. ഗിരിയോ ഗുണ്ടയോ? മോളോട് ഇതാരാ പറഞ്ഞേ? ഗിരി മരിച്ചുപോയ സഖാവ് മാധവന്റെ മോനാ. സെന്റ് തോമസിന്ന് ഡിഗ്രി കഴിഞ്ഞു. ഇപ്പൊ കൃഷിയാ. ആൾക്കതാ ഇഷ്ടം. നിന്റെ കാഞ്ഞാണി ചേട്ടന്റെയും വായ്നോക്കി കൂട്ടുകാരുടെയും ശല്യം കാരണം ഞാൻ ആ ഗിരിയോടൊന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വരാൻ പറഞ്ഞേ. അല്ല, മോൾ എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചോദിക്കുന്നേ? പോട്ടെ. ഗിരിയോ സെറ്റപ്പ് ഗടിയല്ലേ? അടിയാണെങ്കിൽ അടി, മര്യാദ ആണെങ്കിൽ മര്യാദ. അവന്റെ കൂടെ എവിടെ പോകാൻ എനിക്ക് ധൈര്യ. പുലിക്കുട്ടിയല്ലേ അവൻ. മോളെ ബ്രേക്ക് ലൈനർ മാറ്റേണ്ടി വരും. 100 അല്ല 1000 രൂപ വേണ്ടി വരും. അത്രയും കാശോ? അത്രയും കാശ് വേണ്ടി വരും. അതിന്റെ ഇതൊക്കെ മാറ്റാനുള്ളതാണ്. തരാം. ഒരിക്കലും ഈ കൊച്ചു ബൈക്ക് വെക്കല്ലേ, ഇന്ന് ഉരുട്ടി മറിച്ചിട്ടോണ്ടിരിക്കണേ. എനിക്കൊഴികെ നാട്ടിലുള്ള എല്ലാവർക്കും ഗിരിയേട്ടൻ അറിയാന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ഗിരിയേട്ടനല്ലേ? നിനക്കറിയോ? അറിയോന്നോ? അങ്ങേരെ കുങ്ഫു മാസ്റ്റർ അല്ലേ? പുള്ളി എന്റെ അനിയൻസ് പഠിക്കുന്ന കുങ്ഫു അക്കാദമിയിലെ മാഷ്. ഏത് അക്കാദമി? എവിടെ? 2 മസാല ദോശ പിന്നെ ഒരു മിൽക്ക് ഷേക്ക്. നിന്നെ ഞാൻ കൊണ്ടുപോവാം. ഐ മീൻ എന്റെ അനിയന്മാരെ കാണാൻ വന്നതാ. എന്തിനു മാറി ഇങ്ങോട്ട് വിടുന്നു? ഫുൾ ടൈം ഉറക്കം, ഒരു പുഷപ്പ് എടുക്കാനുള്ള ആരോഗ്യം പോലുമില്ല. അതെങ്ങനെയാ? കണ്ട ഫാസ്റ്റ് ഫുഡ് മേടിച്ചു കൊടുത്ത് ഒന്നിനും കൊള്ളാത്ത പരുവത്തിലാക്കിയേക്കല്ലേ. ആദ്യം വീട്ടിലുണ്ടാക്കണ കുറച്ച് കഞ്ഞിയും പയറും കൊടുത്ത് ഇവരെ വണ്ണം കുറയ്ക്കാൻ നോക്കൂ. എന്നിട്ട് മതി ഈ കുങ്ഫും കളരിയൊക്കെ. അതിന് വീട്ടിലുള്ളവർക്ക് വല്ലതും ഉണ്ടാക്കാനറിയണം. ചെല്ല്, വേഗം പോവാൻ നോക്ക്. അമ്മ ഈ പയറുകറി ഉണ്ടാക്കണ എങ്ങനെയാ? ഞാൻ വെച്ചോളാം. ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഇതില് തൊട്ടു വരുന്നില്ലേ? മോളെ, ഈ പാചകം ആർക്കാനും വേണ്ടി ചെയ്യരുത്. ആളുകൾക്ക് കഴിക്കാനുള്ളതാണ് എന്ന വിചാരം വേണം. എന്ത് ചെയ്യുമ്പോഴും ഒരു ലക്ഷ്യം വേണം. അത് വേണം. എങ്ങനെയുണ്ട് എന്റെ പുതിയ ബിസിനസ്? ഭാവിയുടെ താരമാണ് മോളെ ഇന്റർനെറ്റ്. അത് നമ്മുടെ നാട്ടിൽ ആദ്യം തുടങ്ങിയതോ ഈ ഡേവിഡ് കഞ്ഞാണി. അയ്യേ, ഇത് ഇമ്മോറൽ ട്രാഫിക് അല്ലേ? എന്ത് ട്രാഫിക്? ഇമ്മോറൽ. പാവം കുട്ടികൾ, അവർക്ക് ഒരുമിച്ച് വന്നിരിക്കാനുള്ള ഏക സ്ഥലമായത്. ഇന്റർനെറ്റ് ഉപയോഗിക്കാം, സ്വസ്ഥമായി സൊള്ളുകയും ചെയ്യാം. എനിക്ക് കാശും കിട്ടും. അയ്യേ. എന്തായേ? അല്ല, നീ എന്താ ഇവിടെ ബ്രൗസ് ചെയ്യണോ? എനിക്ക് ബ്രൗസ് ഒന്നും ചെയ്യണ്ട. അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നേ. എന്താ കാര്യം? ഈ ഗിരിയേട്ടനും ചേട്ടനും ഒരുമിച്ച് പഠിച്ചാണല്ലേ? നീ കുറെ നാളായാലും ആലപ്പുഴത്തെ പറ്റി ചോദിക്കുന്നു. എനിക്ക് പറയാൻ മനസ്സില്ല. മര്യാദക്ക് പറഞ്ഞാലേ ഞാൻ ഇത് വീട്ടിൽ പറഞ്ഞു കൊടുക്കും. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. അപ്പോഴേക്കും പണിഞ്ഞോ? പറയാം, ഒക്കെ പറയാം. എനിക്ക് വയസ്സറിയിച്ച കാലം മുതൽ അവനെ എനിക്കറിയാം. വയസ്സറിയിച്ചാലോ? അതെന്താ, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രമേ വയസ്സറിക്കാൻ?
നിങ്ങളെ പെണ്ണുങ്ങൾക്ക് മാത്രമേ പൈസ പറ്റൂ, ഞങ്ങൾ ആണുങ്ങൾക്ക് അത് ബാധകമാടി. ഞങ്ങൾ 3 പേരും ടെക് ഫ്രണ്ട്സ് ആയിരുന്നു. ഞാനും ഗിരിയും പിന്നെ അവളും. അവനും അവളും തമ്മിൽ മുടിഞ്ഞ പ്രേമവും. പ്രേമോ? കട്ട പ്രേമം. എന്നിട്ടെന്താ, എല്ലാ പെൺകുട്ടികളെയും പോലെ അമേരിക്കന്ന് നല്ലൊരു ആലോചന വന്നപ്പം അവള് കല്യാണം കഴിച്ചിട്ട് പോയി. അന്ന് മുതൽ ഗിരി എന്നോട് മിണ്ടാതുമായി. അതിന് ചേട്ടൻ എന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല, എന്റെ അപ്പനാ ചെയ്തത്. അപ്പനോ? എടി അവളാടി നിന്റെ അമേരിക്കയിലുള്ള കസിൻ, എന്റെ ഇരട്ട സഹോദരി ജൂലി കാഞ്ഞാണി. വഞ്ചകി ജൂലി ചേച്ചി. കർത്താവേ, ഞാനും കഴിച്ചാണല്ലോ കല്യാണത്തിന് 2 പ്ലേറ്റ് ബിരിയാണി. അന്നൂരി മാറ്റിയതാ അവനാ ബുള്ളറ്റിന്റെ ബാക്ക് സീറ്റ്. മതി പൊയ്ക്കോ, പിന്നെ സൊള്ളാം. ശരി മോളെ, ഒരു 5-6 പേരെ പ്രേമിച്ചതിന്റെ ചെറിയ എക്സ്പീരിയൻസ് വെച്ച് പറയാം. ഒരു പെണ്ണ് പറ്റിച്ചിട്ട് പോയ ഒരാണിന് പിന്നെ ലോകത്തെ സകല പെൺകുട്ടികൾക്കും കളിയായിരിക്കും. അതും ആ പാവൻ ചേട്ടനെ പറ്റിച്ചിട്ട് പോയത് ഒരു വലിയ കാശാരി. ആ കാശാരി പോരാത്ത നിന്റെ കുടുംബക്കാരി ബെസ്റ്റ്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറയും. നിന്നെ കണ്ട പുള്ളിക്ക് തിരിച്ചറിയുന്ന പോലെ സംശയം. അപ്പോഴാണ് നീ ഇഷ്ടം പറയാൻ പോണേ. നീ എങ്ങനെ പറയും? അതൊക്കെ ഞാൻ പറയും. എന്റെ കർത്താവ് യൂദാസ്ലിഹ എനിക്കൊരു വഴി കാണിച്ചു തരും. കാണിച്ചു തരില്ലേ? ആഹാ, നിങ്ങൾക്ക് ഇതൊക്കെ നന്നാക്കാൻ അറിയാവോ? ഇത് വല്ലതും അറിഞ്ഞിട്ടാണോടി? കാറ് കേടാവുന്നു, നമ്മൾ ബോണറ്റ് പൊക്കി നോക്കുന്നു. എല്ലാരും എല്ലാം അറിഞ്ഞിട്ടാണോടി? കാശ് കൊടുത്ത് പുതിയ കാർ മേടിക്കാതെ പൊട്ട കാർ കൊണ്ട് ഇറങ്ങിക്കോളും. നന്നാക്കിട്ട് വന്നാൽ മതി, ഞാൻ നടന്നു പോവാം. എന്തു പറ്റി ഡോക്ടറെ? വണ്ടി പണിയാക്കിയാ? ഗിരിയോ, വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ്. ഇനി വല്ല ടാക്സിയും വിളിക്കണം. ഓ, ഇനിയിപ്പോ ഇത്രയും ദൂരല്ലേ ഉള്ളൂ, ഞാൻ കൊണ്ടാക്കാം. വാ കയറിക്കോ. താങ്ക് യു. ഗിരി, ഒരു മിനിറ്റ്, ഞാൻ ചാവി ഒന്ന് എടുത്തോട്ടെ. ഞാൻ ഈ വണ്ടി ഒന്നും എടുക്കാനില്ലല്ലോ അല്ലേ? എന്തേ നടന്നു പോണില്ലേ? എവിടെ പോയിട്ട് വരുന്ന വഴിയാ? നമ്മുടെ പനക്കലെ ഫ്രാൻസിസിന്റെ മോളുടെ കല്യാണത്തിന് പോയിട്ട് വരുവാ. ഓ, ഞാൻ കേട്ടു. റെക്കോർഡ് ശ്രീധനായിരുന്നില്ലേ? പിന്നെ 200 പവനും. എന്റെ ഡോക്ടറെ, നിങ്ങൾ ഈ കാശുകാരി ശ്രീധനം കൂട്ടിക്കൂട്ടിയത് എങ്ങോട്ടാ പോകുന്നു? നാണാവൂലേ നിങ്ങൾക്ക്? പെട്ടു പോണത് പാവങ്ങളാ. നമ്മുടെ ആ ഗോപാലന്റെ പെൺമക്കൾ 3. അയാളെ പോലെ പാവങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് ഈ സ്ത്രീധനം കൊടുക്കുന്നവരെയും വാങ്ങുന്നവരെയും കാണുന്നതേ കലിയാ. അത് പിന്നെ ഗിരിയെ പോലുള്ളവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഈ പാവങ്ങളെ സഹായിക്കാനും സമൂഹ വിവാഹം നടത്താനും ഒക്കെ അല്ലേ? എന്താടാ വണ്ടിയില്? കുറച്ച് ചാണകം സാറ്. ചാണകോ? ആ വണ്ടിയുടെ ബുക്കും പേപ്പറും സാധനം എടുത്തില്ലടാ. നീ എന്താടാ പുറത്തോട്ട് ഇറങ്ങത്തില്ലേ? നിന്റെ കാലെന്താടാ തളർച്ചയാണ്? ആരാ സാറേ? എസ് ഐ ജോർജാണോ? സാറിന്റെ പേര് പറയാടാ. എന്താടോ അവിടെ? സാറേ, ഏതോ ഒരു കിരി, അവന് പുറത്തോട്ടിറങ്ങാൻ വലിയ പ്രയാസമാണെന്ന്. എന്തിനാണ് വെറുതെ ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളത് നിർബന്ധിച്ചിറക്കണേ? അവനോട് വിട്ടു പോകാൻ പറയടോ. കുറച്ച് ചാണകം എടുക്കട്ടെ? വേണ്ട, കണ്ടാത്തോണ്ട.
അല്ല, ഗിരിക്ക് എസ് ഐ നേരത്തെ പരിചയമുണ്ടോ? പണ്ട് വിപ്ലവം തലയ്ക്ക് പിടിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ തമ്മിൽ ഉരസിയതാ. അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഞങ്ങൾ രണ്ടാൾ അകത്തായിരുന്നു. അയാൾ ICUയിലും ഞാൻ ജയിലിലും. SI സോമശേഖരനെ ഇടിച്ച് പൊട്ടക്കണക്കിട്ട പ്രതി ആടുതോമ 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 ആടുതോമ. പപ്പ, ഓ, എന്നെ കിട്ടുന്ന ആൾക്ക് പപ്പ എത്ര രൂപ സ്ത്രീധനം കൊടുക്കും? അതെന്നടി മോളെ നീ അങ്ങനെ പറഞ്ഞേ? ഞങ്ങൾക്കുള്ളത് മുഴുവൻ നിനക്കല്ലേ, എല്ലാം കൊടുത്തേക്കാം സ്ത്രീധനായിട്ട്, പോരെ? 10 പൈസ കൊടുക്കരുത്. അഥവാ അങ്ങനെ ആരെങ്കിലും വന്നാ അവർക്ക് അമ്മ കെട്ടിച്ചു കൊടുത്തോ. പ്രതികരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. TV ഓഫ് ചെയ്ത് പോയി കിടന്നുറങ്ങും വെച്ചേ. ഇങ്ങോട്ട് വാ മനുഷ്യൻ. അത്താണിയിൽ നിന്ന് സുമ എഴുതുന്ന കത്ത്. ഇതെങ്ങനെ ശരിയാകും? പൂജ വലിയ വീട്ടിലെ കുട്ടിയല്ലേ? ഗിരി ഒരു പാവം കർഷകനല്ലേ? ഒരു ഡോക്ടർ ഒരു കർഷകനെ കെട്ടിയെന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ മയ്യനാട്ടിൽ നിന്ന് ഫാത്തിമ എഴുതുന്നത്, ആരെന്ത് പറഞ്ഞാലും ആ കുട്ടിക്ക് അയാളെ ഇഷ്ടമാണ്, അതല്ലേ പ്രധാനം. തിരൂരിൽ നിന്ന് സുന്ദരൻ കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യുന്നു. ആ കുട്ടിക്ക് ഇഷ്ടമാണ് എന്ന് വെറുതെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അവൻ എവിടെയാ താമസിക്കുന്നതെന്നെങ്കിലും പൂജയ്ക്ക് അറിയാമോ? പൂജ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നാൽ അവനെ വേറെ ആരെങ്കിലും കയറി പ്രേമിച്ചാലോ? നിങ്ങൾ കഴിഞ്ഞ ആഴ്ച സംപ്രേഷണം ചെയ്ത ചിത്രഗീതം പരിപാടിയിൽ സ്ഫടികം എന്ന സിനിമയിലെ മോഹൻലാലും സിൽക്ക് സ്മിതയും അഭിനയിച്ച ഏഴിമല പൂഞ്ചോല എന്ന ഗാനം ഇടയ്ക്ക് വെച്ച് നിന്നുപോയത് വളരെ മോശമായി പോയി. ഇനിയും തുടർന്നു വരുന്ന ചിത്രഗീതങ്ങളിൽ ആ ഗാനരംഗം മുഴുവനായും കാണിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സുഗുണൻ കുണ്ടറയിൽ നിന്നും. സുഗുണന്റെ ഇത്തരം സന്ദർഭങ്ങളിൽ അന്ന് വരെ നല്ല അന്തസ്സായിട്ട് കിടന്നിറങ്ങിയിരുന്ന ഞാനാ അന്നു മുതൽ നിദ്രാദേവി എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിറ്റേന്ന് തന്നെ ഗിരിയേട്ടന്റെ വീട് കണ്ടുപിടിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ ടോമിച്ച, തന്നോട് ഇത് എത്ര തവണ പറയണം? താൻ ഈ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടണോ? ഇങ്ങോട്ട് പാടോ. ഈ കേരളത്തിന്റെ ഹരിതാഭയും ഈ പച്ചപ്പൂ ഈ ഊഷ്മളതയും ഇത് വല്ലോ അവിടെ കിട്ടുകൂടോ? താൻ ഇഞ്ഞു പാടോ. ടോമിച്ച, ഒറ്റ മിനിറ്റ്. മോളിതെങ്ങോട്ടാ? പുറത്തേക്ക് ഒരാളെ കാണാൻ. ഇപ്പൊ പോണ്ട മോളെ, നല്ല മഴ വരുന്നുണ്ട്. അത് സാരല്ലോ അപ്പേ, ഞാൻ മഴയ്ക്കും പോന്നോളാം. പറഞ്ഞാ കേക്ക് മോളെ. ഇപ്പൊ പോവണ്ട. എനിക്കിപ്പോ പോണം. ഇപ്പൊ പോവണ്ട. ഇതെന്തിപ്പം പോയാ? ഞാൻ പറഞ്ഞാണല്ലോ രാവിലെ പോണ കാര്യം. പൊയ്ക്കോ പൊയ്ക്കോ. എടോ ടോമിച്ച, ടാറ്റാ. ആനിയെ അതാരാടിയാ പോയേ? അത് നിങ്ങളുടെ മോള് തന്നെയാ. എന്നാ ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ടേക്ക് വൺ. നോ, ഇറ്റ്സ് ഓക്കെ സർ. എടുക്കൂട്ടി, എടുക്കാതെ എങ്ങനെ ശരിയോ? നോ സർ, വേണ്ട, താങ്ക് യു. ഇതെടുക്കാതെ വൈബ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ടേക്ക് വൺ. എടുക്കൂ. ഞാനിത് എടുക്കാനുള്ള കാര്യമല്ലേ പറഞ്ഞത്. വൈ ഡിഡ് യു ടേക്ക് ദ ബിസ്ക്കറ്റ്? ബിസ്ക്കറ്റ് ആണോ ഇതാണോ എന്ന് മനസ്സിലായില്ല. സോറി. അന്ന് മുതൽ ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. 맞아. 참기 좋아 맞아. 어때 마태 sakhe. 사세 마태 sakhe다. 저 참찜죠. sakhe. എന്തോന്നാടി, അറ്റാക്കാണോ? അല്ലടി, അർബുദം. മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് ഓരോ. പിറ്റേന്നൊരു ദീപാവലി ദിവസം ഗിരിയേട്ടൻ വേറെ പെണ്ണ് കെട്ടിയിട്ടുണ്ടാവുമെന്ന് പേടിച്ച് ചങ്കടിച്ച് വരാന്തേ കൂടെ നടക്കുമ്പോഴാ ദേ എന്റെ നേരെ പ്രസാദ് വർക്കി വരുന്നു. അന്ന പറഞ്ഞ പോലെ അങ്ങേര് ഇഷ്ടം പറയാൻ വരുന്നതാണോ
എന്റെ അന്തോണീസ് പുണ്യാള കാത്തോളിനെ എന്ന് മനസ്സിൽ പറഞ്ഞപ്പോഴാ നീ എന്താ ഇവിടെ? ഞാനിവിടെ പഠിക്കണേ, ഇപ്പൊ ഹൗസ് ഏജൻസി. ഓ, കിരിയേട്ടനിപ്പോ എന്താ ഇവിടെ? ഞാനൊരു ആളെ കാണാൻ വേണ്ടി വന്നാ. ഈ ഡോക്ടർ വർമ്മയുടെ റൂം എവിടെയാ? മേളിലാ. ഓ ഓക്കെ, ശരി. പൂജ, ആരത്? ഡോക്ടർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നിയ ആളാ. ഒരുപാട് ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടം. പിന്നെന്താ പ്രശ്നം? ആൾക്കെന്നെ ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്ന് അയാൾ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ ഒരിക്കൽ ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ കുട്ടിയാന്ന് പറഞ്ഞു. അതന്നല്ലേ, ഇപ്പൊ വലുതായില്ലേ, ഇപ്പൊ പറയലോ. പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അതെന്താ? ആളെ പണ്ടൊരു പെണ്ണ് പറ്റിച്ചതാ. ഇപ്പോഴും അതൊക്കെ തന്നെയാന്ന് തോന്നുന്നു മനസ്സിൽ. അതെ, എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി ഇരുന്ന് സംസാരിക്കാം. ലോസ്റ്റ് ലവ്, നഷ്ടപ്രണയം. പൂജ കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ? കഞ്ചാവോ? അല്ല, ഞാനും വലിച്ചിട്ടില്ല. ഈ നഷ്ടപ്രണയം എന്ന് പറയുന്നത് 3 സ്റ്റേജസ് ആയിട്ട് പറയാറുണ്ട്. ആദ്യത്തെ സ്റ്റേജ് കഞ്ചാവ് പോലെയാണ്. ഓരോ പഫ് എടുക്കുമ്പോഴും നമുക്കറിയാം ഇത് നല്ലതല്ല, ആരോഗ്യത്തിന് ഹാനികരം, ഇത് നിർത്തണമെന്ന്. അതുപോലെ തന്നെയാണ് നഷ്ടപ്രണയം. മറക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടാവും, പക്ഷെ പറ്റില്ല. അത്രയ്ക്ക് കിക്കാണ് ഇതിന്. എന്തൊരു തൊലിയില്ലാത്തത് വാങ്ങിച്ചാൽ മതിയായിരുന്നു. അടുത്ത സ്റ്റേജിൽ നഷ്ടപ്രണയം എന്ന് പറയുന്നത് വാടകയ്ക്ക് കൊടുത്ത വീട് പോലെ. പഴയ കാമുകയുടെ ഓർക്കുഡ് ഫോട്ടോയും അവളുടെ ഇപ്പോഴത്തെ കാമുകൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പോയി നോക്കും. ഈ വാടകയ്ക്ക് കൊടുത്ത വീട് ഹൗസ് ഓണർ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്ന പോലെ. ലാസ്റ്റ് സ്റ്റേജിൽ നഷ്ടപ്രണയം എന്ന് പറയുന്നത് മീശ പോലെ. മീശയോ? വേണമെങ്കിൽ വെക്കാം, എല്ലേ പഠിച്ചു കളയാം. അയാൾക്കിപ്പോൾ മീശ ഒന്നുമില്ലല്ലോ, പഴയ പ്രണയമൊക്കെ മറന്നു കാണും. ഇയാൾ ധൈര്യമായിട്ട് പോയി പറ. ഞാനല്ലോ പറയുന്ന ജസ്റ്റ് ഗോ. എല്ലാ ആണുങ്ങളും ഒരേപോലെ അല്ലെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. പെൺകുട്ടികളെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് മാത്രം കാണുന്ന ആണുങ്ങളും ഈ കേരളത്തിലുണ്ട്. ഗിരിയേട്ട അന്ന് എന്തിനാ വന്നതെന്ന് പോലും ചോദിക്കാൻ പറ്റിയില്ല. വർമ്മ ഡോക്ടറിനെ തിരക്കിപ്പോയ ഞാൻ പിന്നെ ബി വിങ്ങിലെ സ്ഥിരം വിസിറ്ററായി. ആ ഇടയ്ക്ക് 106 ഒരു പേഷ്യന്റ് വന്ന്, ഒരു രസികൻ. വന്നല്ലോ, വായ അടിമറിയാം. എന്താ ഒറ്റയ്ക്കിരുന്നൊരു ആലോചന? ഞാനേ അസുഖങ്ങളെ കുറിച്ച് ഒരു കഥ എഴുതിയാലോ എന്ന് ആലോചിക്ക. അസുഖങ്ങൾക്ക് എന്ത് കഥ? ഈ അസുഖങ്ങള് ചേട്ടാനിയന്മാരെ പോലെ ഒരുത്തം പിണങ്ങിയ ചോദിക്കാൻ മറ്റവന്മാരെന്തായാലും വരും. ഗ്യാസ് ട്രബിള് മാറി വീട്ടിൽ വന്ന് കയറിയിട്ട് 2 ദിവസമായില്ലേ, അതിനു മുമ്പ് എത്തി മറ്റവൻ ചോദിക്കാൻ. കിഡ്നി സ്റ്റോൺ. പേര് കേട്ടാ വല്ല ഡയമണ്ട് ആണെന്ന് തോന്നും. ജേക്കബ് സാറേ, വാ വാ. ഞാനിന്ന് ഡിസ്ചാർജ് ആയി. യോഗം ഉണ്ടെങ്കിൽ വീണ്ടും കാണാം എന്ന് പറഞ്ഞാൽ അടി കിട്ടുന്ന ഒരു സ്ഥലമേ ഉള്ളൂ, അത് ആശുപത്രിയാണ്. അതുകൊണ്ട് അത് പറയുന്നില്ല. നല്ല വരട്ടെ. ശരി സാർ. ഓ പട്ടണ വാ പോവാം. 3 ആൺമക്കളാ അങ്ങേർക്ക്. അവസാനം കിടപ്പായപ്പോ നോക്കാൻ ഈ മോള് മാത്രം. ആ മക്കൾക്ക് ഭയങ്കര തിരക്ക്. എന്റെ പപ്പയുടെ അതേ സ്വഭാവം. ഞങ്ങള് പെട്ടെന്ന് തന്നെ അങ്ങ് കൂട്ടായി.
പുള്ളിക്കാരനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നത് എനിക്കൊരു ശീലം. അങ്ങനെ ഒരു ദിവസം 106 പോയപ്പോഴാണ് 107 ഞാൻ ആ കാഴ്ച കാണുന്നത്. എന്റെ കർത്താവേ, അമ്മ ഈ വിങ്ങിലുണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. മോൾ ഇവിടെയുണ്ടെന്ന് റേച്ചിൽ പറഞ്ഞായിരുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഇവനാ പറഞ്ഞത്. ദൈവമേ, ബിലി റൂബിൻ 10 മഞ്ഞപ്പിത്തം കൂടുതലാണല്ലോ. എന്തെത്ര വൈകിയേ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു മോളെ. ഇവിടെ ഇവന്റെ ഒരു സുഹൃത്ത് ഒരു വർമ്മ ഡോക്ടറുണ്ട്. നാട്ടിലെങ്ങാനും മതിയെന്ന് ഞാൻ പറഞ്ഞതാ. അതെങ്ങനെയാ? വേണ്ടപ്പെട്ട ആൾക്കാരെ ഇട്ടിട്ട് ചൈനയിലും എത്യോപ്യയിലും ഒക്കെ പോവല്ലേ. അമ്മ ഇനി വിഷമിക്കണ്ട, ഞാൻ എന്നും വന്ന് നോക്കിക്കോളാം. ഒരാഴ്ചയ്ക്കുള്ളിൽ പോകാൻ പറ്റുമെന്ന് തോന്നണേ. ഡ്യൂട്ടി ഡോക്ടറിനോട് ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. ശരി. ഗിരിയേട്ടൻ്റെ അമ്മ ആശുപത്രി കിടക്കെ കണ്ടപ്പം സത്യം പറഞ്ഞ എൻ്റെ മനസ്സിലല്ല ഡ്യൂട്ടി. ഈ ആമ്പിള്ളാരുടെ വീക്ക്നെസ് അമ്മമാരാണല്ലോ. ഗിരിയേട്ടനെ ക്ലീൻ ബൗൾ ചെയ്യാനുള്ള എൻ്റെ ഗൂഗിളി ആ ബെഡി കിടക്കണേ.